ഞാൻ സത്യത്തിൽ സിംഗിൾ പാരന്റ് എന്ന് വിചാരിച്ചപ്പം ആദ്യം കരുതിയത് ഡിവോഴ്സ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഈ മരണം എന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വന്നു പോകുന്ന ഒരു കാര്യം. ആ സമയത്ത് ഞാൻ തകർന്നുപോയി. പക്ഷേ എൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ അന്നേരം പറഞ്ഞൊരു കാര്യമുള്ളൂ, അവൾക്ക് ഈ എക്സാം മുടങ്ങി ഇനി ഒരു വർഷം പോകും, നിനക്ക് എന്ത് വേണോ തീരുമാനിക്കാം. എല്ലാവരും പറഞ്ഞാണ് ഇവളുടെ എക്സാം കഴിയുന്നവരെ ഹോൾഡ് ചെയ്യണമെന്ന് ഞാൻ എടുത്ത തീരുമാനമല്ല, മറ്റുള്ളവരെല്ലാവരും കൂടെ എടുത്ത തീരുമാനമാണ്. പക്ഷെ ആ തീരുമാനത്തിൽ ഞാനും നിൽക്കേണ്ടി വന്നു. അത് ചെറിയൊരു ഒരു അവസ്ഥയായിരുന്നു. എൻ്റെ അമ്മ ടിൽ ദിസ് മൊമെന്റ് വരെ അമ്മ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു വ്യക്തിയാണ്. ഒരു ഉമ്മ കൊടുക്കും. ഒരു ഉമ്മ കൊടുക്കട്ടെ. അതിൽ ആനി ചേച്ചി പറയുന്നൊരു കമന്റ് ഉണ്ട് കണ്ടപ്പോ, ഇതാരുടെ കല്യാണാണ്. അല്ല, ഇതിന് സാരി എടുത്തപ്പം ഇവള് പറഞ്ഞു, അമ്മ എന്റെ കളറിന് മാച്ച് ചെയ്യുന്ന സാരി, എന്റെ കളറിന് മാച്ച് ചെയ്യുന്ന ഒരു സാരി മതി കേട്ടാ എന്ന് പറഞ്ഞു. ഇവളാണ് നിർബന്ധം പറഞ്ഞത്, ഈ ഒരു കല്യാണം എന്റെ കല്യാണത്തിനെങ്കിലും മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്ത് മര്യാദയ്ക്ക് മേക്കപ്പ് ചെയ്ത് ഞാൻ പറയണ പോലെ നിൽക്കണം. അതിനകത്ത് ദയവ് ചെയ്ത് അതിനകത്ത് വേറെ ഒരു എക്സ്ക്യൂസും പറഞ്ഞ് ഉപദ്രവിക്കരുത്. സ്പെഷ്യൽ ആയിട്ട് ഒരു മാല ഉണ്ടായിരുന്നു, ഒരു ലോങ് ചെയിൻ. അയ്യോ, അത് നമ്മള് പറഞ്ഞെടുപ്പിച്ചത്. എന്തൊരു ഭംഗിയായിരുന്നു. രാധയും വന്നൊരു ലോക്കറ്റില് AGD ഗോൾഡ് കായംകുളം, അവരാണ് മോളുടെ ഗോൾഡിന്റെ എല്ലാത്തിന്റെ ക്രെഡിറ്റ്. ഒരു സൂപ്പറായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഗംഭീരമായിട്ട് AGD. അത് മാത്രമല്ല, അവളുടെ എല്ലാ ഓർണമെന്റ്സിലും അവര് പെർഫെക്റ്റ് ആയിട്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ഇപ്പോ അവിടെയും സിംഗിൾ പാരന്റ് ആണ്, ഇവിടെയും സിംഗിൾ പാരന്റ് ആണ് അല്ലേ? ശരിക്കും ചേച്ചിയുടെ ഒരു വീഡിയോയിലും ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായി ഫീൽ ചെയ്തൊരു കാര്യമായിരുന്നു ഗൗരിയുടെ പപ്പയുടെ. അതൊക്കെ തരണം ചെയ്ത് വരാന്ന് വെച്ചാ ഗൗരിയുടെ എക്സാമിന്റെ ഒരു ടൈം, SSLC എക്സാം. എന്റെ മോളെ, അത് എങ്ങനെയാണ് അത് സേഫ് ആക്കാണ് അമ്മ? അല്ല, എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു, കാരണം അമ്മയുടെ ലൈക്ക് ഈവൻ കണ്ണിന്റെ മൂമെന്റ്സ് പോലും, മൂമെന്റ്സ് പോലും അമ്മ പുറത്ത് ഞങ്ങളെ കാണിച്ചിട്ടില്ല. ലൈക്ക് ഈവൻ എന്റെ ബ്രദറിനും അവനും എക്സാമാ, ഫൈനൽ എക്സാം നടക്കാം. അപ്പോ അന്ന് എന്റെ ഫൈനൽ എക്സാം നടക്കാം. അപ്പോൾ നോർമലാണ്, കാഷ്വൽ ആയിരുന്നു, ഫുഡ് കഴിക്കുന്നു. പക്ഷെ അമ്മ എല്ലാം ഹോൾഡ് ചെയ്ത് പെട്ടെന്ന് ഈവനിങ് ഒരു ദിവസം എന്റെ സ്കൂൾ ക്ലാസ് ടീച്ചർ അല്ല, രാത്രിയിലാണ് സംഭവം. രാത്രിയിൽ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഹോസ്പിറ്റലാവുന്നു, രാത്രിയിലാണ് സംഭവം. അപ്പം ഇവൾക്ക് അന്ന് പിറ്റേ ദിവസം എക്സാമാണ്. അപ്പം മരണപ്പെട്ടു. രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു. അപ്പോൾ പിറ്റേ ദിവസം എക്സാമാണ്. ആ ദിവസം ഫുള്ള് നമ്മൾ ഹോൾഡ് ചെയ്തേ പറ്റുള്ളൂ. അതല്ല, ആ ദിവസം എക്സാം ഇല്ല, പിറ്റേ ദിവസം എക്സാം. പിറ്റേ ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ, പിറ്റേ ദിവസം എക്സാം. അതായത് ആ ഡേ, മരിച്ച ആ ഡേ അല്ല, പിറ്റേ ദിവസം ആ ഫുൾ ഡേ ഹോൾഡ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഇവളെ എക്സാമിന് കൊണ്ടുപോയിട്ട് ക്ലാസ് ടീച്ചറും അവിടുത്തെ ഫാദറും കൂടി എക്സാം ഹാളിൽ നിന്ന് ഇവള് എഴുതി ഇറങ്ങുന്നതും ഇവളെ ചേർത്ത് പിടിച്ച് വണ്ടിയിൽ കയറ്റി. അപ്പോൾ ഇവൾക്ക് അസ്വാഭാവികമല്ലേ, ഇവൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. വഴിയിൽ ഞാൻ കയറി, മോൻ കയറി, പകുതി വഴിയിലാണ് റിവീൽ ചെയ്തത്. അപ്പോൾ ഡൗട്ട്, ഇതൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഡൗട്ട് എന്തെന്നറിയാത്ത പേടി, ബഹളം വയ്ക്കാൻ പകുതി വഴിയിൽ. അപ്പം അത്രയും നേരം ഒരു ഫുൾ ഡേയും ഒരു നൈറ്റും ഹോൾഡ് ചെയ്യുക എന്ന് പറയണത്, അത് എത്ര പേർക്ക് മനസ്സിലാവുമെന്നോ എങ്ങനെ അതിനെ എടുക്കുമെന്നോ ഒന്നും നമുക്ക് ഞാൻ കഴിഞ്ഞ ആ ഒരു ഇന്റർവ്യൂവിലൊക്കെ അപ്രതീക്ഷിതമായി പറഞ്ഞതാ, പറയാൻ വേണ്ടി പറഞ്ഞതുമല്ല, ഇവിടെ ലോകത്തൊരാളിനെ അറിയിച്ച് എനിക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറഞ്ഞതുമല്ല. ഇതൊന്നും അസ്വാഭാവികമായിട്ട് ഇപ്പം നമ്മൾ ഒക്കെ ചില കാര്യങ്ങൾ പറയുമ്പം ആളുകൾ വന്ന് പറയുന്ന കമന്റ് കേട്ടാൽ എനിക്ക് ഇതെന്താ വേറെ എങ്ങും സംഭവിച്ചിട്ടുണ്ടാവാം. ഒരുപാട് പേർക്ക് നമ്മളെക്കാൾ മോശമായ സാഹചര്യം വന്നിട്ടുണ്ടാവാം.
പക്ഷെ എനിക്ക് എൻ്റെ അനുഭവമല്ലേ പറയാൻ പറ്റും, സത്യമായിട്ടും എൻ്റെ വേദനയല്ലേ പറയാൻ പറ്റും. ഇത് ഞാൻ ഫസ്റ്റ് ആയിട്ട്, കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മരണങ്ങൾ സംഭവിക്കുന്നത് ഓക്കെ, പക്ഷെ അത് മോളുടെ എക്സാം ആയിട്ട് നമുക്ക് അപ്പോൾ എല്ലാവരും പറഞ്ഞാണ് ഇവളുടെ എക്സാം കഴിയുന്നവരെ ഹോൾഡ് ചെയ്യണമെന്ന് ഞാൻ എടുത്ത തീരുമാനമല്ല, മറ്റുള്ളവരെല്ലാവരും കൂടെ എടുത്ത തീരുമാനമാണ്. പക്ഷെ ആ തീരുമാനത്തിൽ ഞാനും നിൽക്കേണ്ടി വന്നു. അത് ചെറിയൊരു ഒരു ഒരു അവസ്ഥ ആയിരുന്നില്ല, ഭയങ്കര വലിയൊരു അവസ്ഥ. നമുക്കത് ചിന്തിക്കുമ്പോൾ നമുക്ക് പോലും പറ്റുന്നില്ല. അപ്പോൾ ചേച്ചിയുടെ ഒരു ഇത് അത് എങ്ങനെയാണ്, അത് ദിവസം എങ്ങനെ നിർത്തിയെന്ന് എനിക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. അതിൽ നമ്മൾ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയാമോ, ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചു കുറച്ച് നാളായിട്ട്, വളരെ കുറച്ച് നാളായിട്ട്. അച്ഛനായിട്ട് ഭയങ്കര ബോണ്ടല്ലേ? ഭയങ്കര ബോണ്ടാണ്. അപ്പോൾ എൻ്റെ അമ്മയെ സമാധാനിപ്പിച്ച് ആയുസോടെ ഇരുത്തേണ്ടത് എൻ്റെ ആവശ്യമാണ്. പോയ ആൾ തിരിച്ചു വരില്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. ആ സമയത്ത് ഞാൻ തകർന്നു പോയി. പക്ഷേ എൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ അന്നേരം പറഞ്ഞ ഒരു കാര്യമുള്ളൂ, അവൾക്ക് ഈ എക്സാം മുടങ്ങിയ ഇനി ഒരു വർഷം പോവും, നിനക്ക് എന്ത് വേണോ തീരുമാനിക്കാം. അപ്പം ചില സങ്കീർണ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഈ ടെയിലെൻഡെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനൊരു സമയം നമ്മളെല്ലാവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വരും. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഒന്നുകിൽ നമ്മൾ തോറ്റുപോകും, അല്ലെങ്കിൽ നമ്മൾ പിടിച്ചു നിൽക്കും. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കാൻ ഈശ്വരന്മാരെനിക്ക് ധൈര്യം തന്നു. കൂടെ ഉള്ളവരെല്ലാവരും എൻ്റെ അപ്പോഴും ഞാൻ പറയാം, അപ്പോഴും എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ കൂടെ നിന്ന്. അവരെല്ലാവരും എനിക്കൊപ്പം നിന്ന് എന്നെ ആ ഒരു സമയം സർവൈവ് ചെയ്യാൻ സഹായിച്ചു. അതുകൊണ്ട് ഒരു വർഷം നഷ്ടപ്പെടാതെ എക്സാം എഴുതി കയറി. പപ്പ പോയി എന്നുള്ളത് അറിയാം, പപ്പ പോയി, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പപ്പ പോയി, തിരിച്ചു വരില്ല, പോയി. അപ്പം പിന്നെ നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. അതായത് ഇവളുടെ ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരുടെ, എൻ്റെ ജീവിതം എന്ന് പറയുന്ന സാധനം വിവാഹം കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ മടുപ്പ് വരും ജീവിതത്തിനോട്. എന്തിനാണ് ജീവിക്കുന്നത് എന്ന് തോന്നും. ഈ ലോകത്ത് ഒരുപാട് പേരും ജീവിക്കുന്നത് സ്വന്തം മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ, മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അച്ഛനമ്മമാരും ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാനും. അപ്പോൾ പല സാഹചര്യങ്ങളിലും എൻ്റെ മക്കളെ നോക്കുമ്പോൾ അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, കുഞ്ഞുങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? നമ്മൾ അവർക്ക് ജന്മം കൊടുത്തു, അവരെ പറ്റുന്നത് പോലെ നന്നാക്കി വളർത്തണം. അന്നൊക്കെ ആ വെല്ലുവിളികളിലൊക്കെ എനിക്ക് ദൈവത്തിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം എൻ്റെ ഇമോഷൻസിലോ എൻ്റെ പ്രശ്നങ്ങളാലോ അവർ നശിക്കാൻ പാടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ, അതിപ്പം ഭയങ്കര വലിയൊരു, എന്നെക്കൊണ്ടൊരു സാധാരണക്കാരിയാണ് ഞാൻ, എന്നെക്കൊണ്ട് പറ്റും പോലെ ചെയ്യുക. അത് ഞാൻ അന്നും ഇന്നും എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ നിമിഷവും ഈ നിമിഷവും കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ? പക്ഷെ അതൊക്കെ വളരെ വളരെ ചുരുക്കം ചിലവർക്ക് മാത്രമേ പറ്റുള്ളൂ. അത് എനിക്കിപ്പോ മനസ്സിലാകണമെങ്കിലും, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിലും നമ്മളെ സിമിലിയറായിട്ട് അനുഭവിച്ചവർക്കേ പറ്റൂ. അല്ലാത്തവർ വന്നിരുന്ന് നമ്മളെ ചീത്ത പറയും, നമ്മളെ മോശമാക്കി പറയും. പിന്നെ ഇവക്കെ ഉള്ളൂ ഇതൊക്കെ പറയും. മൈൻഡ് ചെയ്യണ്ട. ഞാൻ സത്യത്തിൽ സിംഗിൾ പാരന്റ് എന്ന് വിചാരിച്ചപ്പം ആദ്യം കരുതിയത് ഡിവോഴ്സ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതും നമുക്ക് കഷ്ടം തന്നെയാണ്, എന്നാലും നമ്മൾ അറിഞ്ഞുകൊണ്ടെടുക്കുന്ന ഒരു തീരുമാനമാണ്. പക്ഷെ ഈ മരണം എന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനെയല്ല, നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വന്നു പോകുന്ന ഒരു കാര്യം. അപ്പം അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമാണ് അല്ലേ? അത് രണ്ടും ഭയങ്കരമായിട്ടൊരു വ്യത്യാസമുള്ള ഒരു കാര്യം കൂടിയാണ് ശരിക്കും. ഇതിലെല്ലാത്തിലും ഒറ്റപ്പെടൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജീവിതത്തിൽ ഒറ്റപ്പെടുക എന്ന് പറയുന്നത് അത് ഡിവോഴ്സ് ചെയ്താലും പിന്നെ പിണങ്ങി മാറി നിന്നാലും മരണപ്പെട്ടാലും ഒക്കെ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേരാൻ തീരുമാനമെടുത്താൽ, ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മാറി നിൽക്കുന്നു പോവുക എന്ന് പറയുന്നതും ആരും ഒറ്റയ്ക്കാവുക എന്ന് പറയുന്നതും ഒട്ടും സുഖമുള്ള കാര്യമില്ല. പറയാനൊക്കെ ഭയങ്കര ഈസിയാ, അതായത് പറയാൻ ഭയങ്കര ഈസിയാ. എനിക്കെന്താ ജീവിച്ചാ, നിനക്കെന്താ ജീവിച്ചാ പറയാനേ പറ്റൂ. ജീവിതമൊന്നും അത്ര സുഖമൊന്നുമല്ല. അത് സത്യമായ ഞാൻ എൻ്റെ അമ്മയുടെ ലൈഫിൽ ഞാൻ കണ്ട് വളർന്ന കാര്യമാണ്. കാരണം അമ്മ ഈ മൊമെന്റ് വരെയും ഇനി അങ്ങോട്ടും അമ്മ മക്കൾക്ക് വേണ്ടി, കാരണം ഇപ്പം ഈ ഉള്ള സമൂഹത്തിൽ ഈ ജനറേഷനിൽ എത്ര അമ്മമാരങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ലൈക്ക് അവരെല്ലാവരും ഒരു കാറ്റഗറി ഉണ്ട്, സെൽഫിഷ് കാറ്റഗറി ഉണ്ട്, അല്ലാതെ ഫാമിലിക്ക് വേണ്ടി നിൽക്കുന്നവരുണ്ട്, കുറേ പേരുണ്ട് ഈ സമൂഹത്തിൽ. പക്ഷെ എൻ്റെ അമ്മ ടിൽ ദിസ് മൊമെന്റ് വരെ അമ്മ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു വ്യക്തിയാണ്. രണ്ട് മക്കളെയും ലൈക്ക് രണ്ട് കണ്ണുകൾ പോലെ ഈ നിമിഷവും അമ്മ
പ്രൊട്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ ലൈക്ക് എന്താ പറയാ ചിറകിന്റെ അടിയിൽ വെച്ച് പറയുന്ന അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഒരു ഉമ്മ കൊടുക്കും എനിക്കൊരു ഉമ്മ കൊടുക്കും. ഒരു ഉമ്മ കൊടുക്കട്ടെ. ഈ 2 മക്കളെന്ന് പറഞ്ഞാലും ഈ 2 മക്കളല്ലേ എന്റെ കാര്യത്തിലാണെങ്കിലും അമ്മയാണ് എല്ലാം ചെയ്തു തരുന്നത്. എനിക്ക് എന്താ ആവശ്യമുണ്ട് എന്റെ പ്രശ്നങ്ങളെല്ലാം അമ്മയാണ് സോൾവ് ചെയ്ത് തരുന്നത്. എനിക്ക് വരുന്ന എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ. അത് എന്താന്ന് വെച്ചാൽ അവിടുത്തെ അമ്മ കുറച്ച് പെട്ടെന്ന് ടെൻസ്ഡ് ആവും. അപ്പൊ അമ്മ ഞങ്ങള് മാക്സിമം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങള് എല്ലാം കഴിഞ്ഞിട്ട് പറയും അമ്മ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നേ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടെന്ന് പറയും. പക്ഷെ അവനാണെങ്കിലും എന്തൊരു ഇത് വന്നാലും ഒരു എന്ത് ചാലഞ്ചിങ് സിറ്റുവേഷൻ അല്ല നോർമൽ എന്താണെങ്കിലും അമ്മ വിളിച്ചിട്ട് അമ്മ എങ്ങനെയാണ് കാര്യം അത് ഞാൻ പോലും അറിയില്ല. അത് വിവാഹത്തിന് മുമ്പും മോൻ അങ്ങനെ മോൻ്റെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ മോൻ്റെ ലൈഫ് സ്റ്റൈലിലോ ഒക്കെ ഇഷ്യൂസ് ഒക്കെ വരും. എൻ്റെ കണ്ണനും എൻ്റെ ഡെന്നിയും അങ്ങനെ എനിക്ക് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ആദ്യം വിളിച്ച് പറയും അമ്മ. ഗൗരിയെ വിളിച്ച് പറയുന്നതിനേക്കാൾ മുമ്പേ അമ്മ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്, ചെറിയ പ്രശ്നമുള്ളത്. ഞാൻ മക്കളെ ധൈര്യമായിട്ട് നമുക്ക് റെഡിയാക്കാം. എനിക്ക് ഇതിൽ പറയാനുള്ളത് എന്താണെന്നറിയോ, ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയത് ഡെന്നീസിന്റെയും ഭാഗ്യ, ഇങ്ങനെ ഒരു മോനെ കിട്ടിയത് അമ്മയുടെയും. തീർച്ചയായിട്ടും ചേച്ചി ഭയങ്കര പാവാ. ചേച്ചിക്ക് പെട്ടെന്ന് വിഷമം വന്നാലേ അപ്പൊ നമ്മള് പിന്നെ ഈ വിഷമങ്ങള് സഹിച്ച് 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 ശീലമായി. അതുകൊണ്ട് എന്തൊരു വലിയ പ്രശ്നമാണെങ്കിലും ഇപ്പൊ നമ്മളൊരു വലിയ പ്രശ്നത്തിനേക്കാളും ഞാനാണെങ്കിലും അമ്മയെ വിളിക്കുന്നത്. ഞാൻ വേറെ ആരെയും വിളിച്ചറിയിക്കത്തില്ല. അമ്മേനെയും ഡെന്നിനെയും വിളിച്ചു പറയും ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞിട്ട്. അമ്മ അത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് അമ്മ ഹാൻഡിൽ ചെയ്തത്. എനിക്ക് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യും. കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ എനിക്ക് ഭയങ്കര എന്തിനാ അത്രയും ടെൻഷൻ ആവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ഇപ്പൊ ഏറ്റവും അടുത്ത സുഹൃത്തുക്കള് നമ്മളെ ചെറുതായിട്ട് എന്തെങ്കിലും വിഷമിപ്പിച്ച് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് സംസാരിച്ചാല്, പിന്നെ ഇപ്പൊ എന്റെ മക്കളാണെങ്കിലും ചില സമയത്ത് തമാശക്കൊക്കെ ഇവര് കളിയാക്കും. കണ്ണനും ഗൗരിയും തമാശ, അവര് ഭയങ്കര തമാശ. പക്ഷെ എനിക്കത് ചില സമയത്ത് അതെനിക്ക് ഭയങ്കര വിഷമം വരും. പിന്നെ അവഗണന എനിക്ക് ഭയങ്കര സങ്കടം. ഇപ്പം എന്നും കാണുന്ന ഒരാള് അവര് ചിലപ്പം അവരുടേതായ പ്രശ്നത്തിലും കാണാൻ ചിരിക്കാതൊക്കെ എനിക്ക് പക്ഷെ ഭയങ്കര ഫീൽ ചെയ്യും. അതാണ് എനിക്ക് ഭയങ്കര വിഷമം. അവഗണന എനിക്ക് ഭയങ്കര സങ്കടം വരും. പക്ഷെ ഇപ്പൊ ഞാൻ അതിൽ നിന്നും കൂടെ മാറാൻ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അതും പറ്റും. ചേച്ചിനെ കൊണ്ട് കല്യാണത്തിന്റെ സമയത്ത് ഒരു വീഡിയോ ഞാൻ കാണിക്കട്ടെ. നമ്മള് സുരേഷ് ഏട്ടൻ വന്നിട്ട് ഒരു ബ്ലെസ് ചെയ്യുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര കാണാം. നമുക്ക് ഉമ്മച്ചേച്ചിയുടെ മുഖത്ത് ആ ഒരു സന്തോഷം അതൊക്കെ വരുമെന്ന് വിചാരിച്ചില്ല. സുരേഷ് ഏട്ടൻ പടത്തിന്റെ ഷൂട്ടിലായിരുന്നു. അപ്പൊ ഞാൻ കല്യാണം വിളിക്കാൻ പോയപ്പോ രാധികേച്ചി പറഞ്ഞു ഇങ്ങനെ പടത്തിന്റെ ഷൂട്ടിലാണ് ചേച്ചിക്കും ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ചേച്ചി എപ്പോഴെങ്കിലും വരും എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ സുരേഷ് ഏട്ടൻ ആ സമയത്ത് പടത്തിന്റെ ഷൂട്ട് ഷെഡ്യൂൾ ആവുമെന്നോ അല്ലെങ്കിൽ ബ്രേക്ക് ആവുമെന്നോ വരാൻ സാധിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ എനിക്കറിയാം സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു നടനേക്കാൾ ഉപരി ഭയങ്കര മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരാളാണ്. അപ്പൊ പുള്ളിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരോ ഒന്നും എനിക്ക് എൻ്റെ വിഷയമല്ല. പക്ഷെ എനിക്ക് പറയാനുള്ള എൻ്റെ അനുഭവത്തിൽ ഒരുപാട് പേർക്ക് അദ്ദേഹം മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ച മനുഷ്യൻ. അപ്പൊ അദ്ദേഹം എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രാർത്ഥന. പക്ഷെ അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം ഷൂട്ട് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കയ്യിലല്ല. അത് അവിടെ നിന്ന് നമുക്ക് ഒരാളല്ലല്ലോ, ഒരു വലിയ ക്രൂ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് എനിക്ക് വിഷമമില്ല. പക്ഷെ വന്നപ്പോ ഉണ്ടല്ലോ എൻ്റെ ദൈവമേ, ഞാനങ്ങ് സന്തോഷിച്ചു. എനിക്ക് ഇതുപോലെ ഒരു അവിടെ വന്ന ഒരുവിധപ്പെട്ട ആരും വരുമെന്ന് മോൾക്കറിയില്ല. മഞ്ജു ആന്റി വരുമെന്ന് അറിയാം. ബിക്കോസ് മഞ്ജു ആന്റി ഇവളുടെ ഭയങ്കര ഫേവറേറ്റ്. അപ്പൊ മഞ്ജു ആന്റി ഇവളും കൂടെ പോയാൽ എലീനയും അതുപോലെ എലീന ഇവരുടെ ചെറിയ മക്കളായിട്ടിരുന്നപ്പോ പിന്നെ കൗമുദി ടിവിയിൽ ഒരു ഇന്റർവ്യൂ ഫസ്റ്റ് ആണ്. വീടിനെ ഞാൻ റിവീൽ ചെയ്യുന്നത് ആ ഇന്റർവ്യൂവിലാണ്. അപ്പൊ അവിടെ എലീന വന്ന അപ്പൊ ഇവരുടെ കുഞ്ഞായിട്ടിരിക്കുമ്പോ പറയാം. അപ്പൊ എലീനയ്ക്ക് ഭയങ്കര സന്തോഷാണ്. ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ ചേച്ചി നിന്ന് കരഞ്ഞിട്ട് അവിടെ അത്ര മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച അവിടെ. അതുകൊണ്ടാണ് ആ കണ്ണ്. അയ്യോ, എനിക്ക് എന്റെ ആ മോളെ ഒന്നും ഞാൻ എന്റെ ലൈഫിൽ മറക്കും. അതുപോലെ അമൃത ചേച്ചി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ചേച്ചിയും ഫാമിലി കുറച്ച് പേരൊക്കെ ഇങ്ങനെ അറിയാം നമ്മള്, പക്ഷെ അവൾക്ക് എല്ലാരും വരുമെന്ന് അറിയില്ല. എനിക്ക് എല്ലാരും വരുമെന്ന് അറിയാം. ശരിക്കും സർപ്രൈസ് ആയത് സുരേഷ് ഏട്ടൻ വന്നപ്പോഴാണ്. നമുക്ക് ആ വീഡിയോ ഒന്നും ഞാൻ കാണിക്കാം. നല്ല രസമുണ്ട് അത് കാണാൻ. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായൊരു മൊമെന്റ്. കാരണം
സുരേഷ് ചേട്ടനെ അനുഗ്രഹിക്കുന്നതൊക്കെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ബെസ്റ്റ് ഹ്യൂമൻ ബീങ്ങാ. രാഷ്ട്രീയമോ പിന്നെ ഒന്നുമല്ല, നടനോ ഒന്നുമല്ല, ബെസ്റ്റ് ഹ്യൂമൻ ബീങ്ങാ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് 2 മക്കൾക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയുക സാഹചര്യങ്ങൾ മറികടന്ന് വന്ന മക്കളാണ് ഇവർ രണ്ടാളും. അവരും അത്ര സ്മൂത്തായി ജീവിച്ച് വളർന്ന് സ്വർണ്ണക്കരണ്ടിയിൽ വന്ന് അങ്ങനെയൊന്നുമല്ല, എല്ലാവരെയും പോലെ തന്നെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ അറിഞ്ഞ മക്കളാണ്. അപ്പോൾ അവർക്ക് നല്ല കുറേ മനുഷ്യരുടെ അനുഗ്രഹങ്ങൾ കിട്ടുന്നതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. അതിൽ സുരേഷ് ചേട്ടൻ്റെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. എത്രയും തിരക്കിനിടയിൽ അദ്ദേഹം വന്നില്ലേ. അതെ 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 അതെ. എനിക്ക് സന്തോഷത്തിനേക്കാൾ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. പെട്ടെന്ന് ഞങ്ങൾ സ്റ്റേജിൽ നിൽക്കണല്ലോ, അപ്പൊ ഞാൻ നോക്കിയാൽ പെട്ടെന്ന് ഒരു ക്രൗഡ് ഫ്രണ്ടിലും സൈഡിലൊക്കെ, അപ്പം ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോ ഞാൻ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു സമയത്ത് പറഞ്ഞോ ഡെന്നിസിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞോ? എന്റെ പേര് ഡെന്നിസാന്ന്. അത് അതെന്താന്ന് പറയാ പറഞ്ഞ് നമ്മൾ ഇവളുടെ ഒരു പ്രശ്നം, ഇവള് എന്തെങ്കിലും നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് ആഗ്രഹിക്കും, കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് പുള്ളിക്കാരി ഭയങ്കര വിഷമം വരും. അപ്പൊ ഞാൻ അതുകൊണ്ട് ഒരു കാര്യവും പറയില്ല. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചത് ഒന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, കിട്ടാനുള്ളത് കിട്ടും, പോകാനുള്ളത് പോകും. അപ്പൊ അതുകൊണ്ട് അല്ല, പക്ഷെ എന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാട്ടോ, ഞാൻ എന്താ ആഗ്രഹിച്ചാലും കിട്ടാറുണ്ട്. പക്ഷെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞാലേ ഇയാൾ ആ മൊമെന്റിൽ ഇവളൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോ 2 ദിവസം കഴിഞ്ഞാലും കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആ പറഞ്ഞ ഇതിൽ കിട്ടിയ ഭയങ്കര വിഷമമാണ്. അത് എനിക്കും ടെന്നീസിനും കൃത്യമായിട്ട് അറിയാമല്ലോ. നേരത്തെ പറയും, എന്നോടൊരു കാര്യം പറ്റത്തില്ലെങ്കിൽ എന്നോട് പറയരുതെന്ന് പറയും, വിഷമം വരും. ഞാൻ എവിടേക്കോ അത് നിങ്ങളുടെ ഈ ജനറേഷന്റെ കുഴപ്പം ഇതൊക്കെ. എനിക്ക് ആ കിട്ടണം എനിക്കും. അതെ, എനിക്ക് പക്ഷെ അത് നല്ലതല്ല. അതെ നല്ലതല്ല, നല്ല 2 വ്യക്തികളാട്ടോ എന്നെ ഇത്രയും നമ്മളെ കേടാക്കി നിങ്ങളൊക്കെ. അത് ശരി, അതിപ്പോ നമ്മള് ദുഃഖിക്കുന്നുണ്ട് അതില്. അതിലിപ്പോ ഞാൻ കേട്ടിരിക്കുന്നു, വേണ്ടിയിരുന്നില്ല, അവർക്ക് വേണ്ടിയിരുന്നില്ല. പിന്നെ ആനി ചേച്ചി, ചിപ്പി ചേച്ചി, ഞാൻ ചേച്ചി ഷാജിനൊക്കെ എറണാകുളത്ത് നിന്നാ വന്നെന്ന് ആലോചിക്കണം. അവര് അതില് വേറെ കണക്ഷൻ കൂടെ ഉണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷാരോൺ അങ്കിളിന്റെ മൂന്നാമത്തെ മോനാണോ? പഠിച്ചത് കോളേജിൽ ഒരുമിച്ചായിരുന്നു. ആഹാ, പുള്ളി വന്നിരുന്നു. കണ്ടു അവിടെയും കണ്ടു. കുറേ നിഷാദിക്ക, മഞ്ജു ചേച്ചി, ഷാജിയേട്ടൻ ഫാമിലി, പിന്നെ അവരൊക്കെ എറണാകുളത്ത് നിന്നാണ്. ചിപ്പി ചേച്ചി, പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം സർക്കിൾ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ചിപ്പി ചേച്ചി, മേന ചേച്ചി, സുരേഷ് ഏട്ടൻ, രഞ്ജിത്ത് ഏട്ടൻ, രാജു ചേട്ടൻ, എല്ലാവരും, പിന്നെ നമ്മുടെ ശിവജി ബിൽഡേഴ്സിന്റെ ശിവജി ഏട്ടൻ, റാണി ചേച്ചി, എല്ലാവരും ദൈവം അനുഗ്രഹിച്ച് ട്രിവാൻഡ്രം സർക്കിളിൽ എല്ലാവരും ഒരുവിധം വന്നു. പക്ഷെ എറണാകുളം സർക്കിളിൽ കുറെ പേർക്ക് ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ, പക്ഷെ എന്നാലും ഇതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ഷണിക്കേണ്ടത് എൻ്റെ മര്യാദ. വരാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഓരോരുത്തരുടെ സാഹചര്യം. പക്ഷെ അവരെല്ലാവർക്കും അതിനേക്കാളുപരി എനിക്ക് വയനാട് നിന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ, അയ്യോ എന്ത് കഷ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളൊക്കെ വന്നെന്നറിയോ. ഇത് എവിടുത്തെ സുഹൃത്തുക്കളാ ശരിക്കും? ഇത് പഠിച്ചപ്പോഴുള്ളതാണോ, ചൈൽഡ്ഹുഡ് ആണോ? എനിക്ക് അതെന്താണെന്നറിയോ, പഠിച്ചപ്പോൾ ഉള്ള സുഹൃത്തുക്കൾ. എൻ്റെ സ്കൂളിൽ, ഞാൻ കൊല്ലം സെന്റ് ജോസഫ് കോൺവെന്റിലാണ് പഠിച്ചത്. എൻ്റെ സ്കൂളിലുള്ള എൻ്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും വന്നു. അവരെല്ലാവരും പല സ്ഥലത്തുള്ളവരാ. അവരുടെ ഭർത്താക്കന്മാർ അതിനെ അനുവദിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് കുഞ്ഞുങ്ങളെയും കൂട്ടി അവരെത്ര ദൂരത്തുനിന്ന് ഇവിടം വരെ വന്നു എന്നറിയോ. അവരൊക്കെ ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് ഇവിടെ വന്നിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വന്നവരുണ്ട്, വയനാട്, കോഴിക്കോട്, തൃശ്ശൂർ. എൻ്റെ സുഹൃത്തുക്കളും എനിക്ക് പരിചയമുള്ളവരും ഞാൻ ക്ഷണിച്ചതിൽ ഒരുപാട് പേര് നല്ല ഹൃദയം നിറഞ്ഞ മനസ്സോടുകൂടി വന്നിട്ട് എൻ്റെ മക്കളെ അനുഗ്രഹിച്ചു. എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കോളേജ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ജോലി ചെയ്യുന്ന സ്ഥലത്തെ സുഹൃത്തുക്കളുണ്ട്. ഇതിനൊന്നും അപ്പുറത്തേക്കും കുറേ സൗഹൃദങ്ങളുണ്ടല്ലോ. എല്ലാവരും, പിന്നെ അനീഷ് ഉപാസന, അങ്ങനെ ഒത്തിരി 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 പേരെടുത്ത് പറയാനാണെങ്കിൽ ആരുടെയെങ്കിലും പേര് വിട്ടുപോയി കഴിഞ്ഞാൽ അത് വിഷമാവും. കാരണം എൻ്റെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും പ്രായഭേദമന്യുള്ള എല്ലാവരും വന്നു. അതിൽ ആനി ചേച്ചി പറയുന്നൊരു കമന്റ് ഉണ്ട്, കണ്ടപ്പോ ഇതാരുടെ കല്യാണാണ്? അതെന്താന്ന് ഞാൻ പറയട്ടെ. അല്ല, ഇതിന് സാരി എടുത്തപ്പം ഇവള് പറഞ്ഞു, അമ്മേ എന്റെ കളറിന് മാച്ച് ചെയ്യുന്ന സാരി, എന്റെ കളറിന് മാച്ച് ചെയ്യുന്ന ഒരു സാരി മതി കേട്ടാ എന്ന് പറഞ്ഞു. അമ്മ പൊതുവേ എന്ന് പറഞ്ഞാൽ എന്നെ റെഡിയാക്കണം, ഞങ്ങൾ രണ്ടുപേരും ഓക്കെ ആക്കണം. മറ്റുള്ളവരെ ഫാമിലി മെമ്പേഴ്സിനെ റെഡിയാക്കി ഒരുക്കി വൃത്തിയാക്കി പെർഫെക്റ്റ് ആയിട്ട് നിർത്തും. അതാണ് അമ്മ എല്ലാ ഫംഗ്ഷനും അങ്ങനെ.
ഞാൻ പറഞ്ഞു അമ്മ എന്റെ കല്യാണത്തിന്, എന്റെ അമ്മയുടെ മോളുടെ കല്യാണത്തിനെങ്കിലും അമ്മ ദൈവത്തെ ഓർത്ത് നല്ല ഭംഗിക്ക് ഒരുങ്ങി വൃത്തിയായിട്ട് നിക്കണം. അത് ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവളുടെ നിർബന്ധം, കല്യാണ സാരിയുടെ അവളെ എല്ലാ കാര്യങ്ങളും, എന്റെ എല്ലാ കാര്യങ്ങളും, സാധാരണ എന്റെ കാര്യങ്ങളൊന്നും ഞാൻ അല്ല, അന്ന് രാവിലെ ഏർലി മോർണിംഗ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോ വികാസ് ഏട്ടനെ വിളിച്ചോണ്ടിരിക്കുക, വരുന്നില്ല, വീട്ടിൽ നിൽക്കുക, എല്ലാരും റെഡിയാക്കി വീട്ടിൽ. നമ്മളല്ലേ ഉള്ളു എല്ലായിടത്തും എത്താൻ. അപ്പൊ നമ്മൾ എല്ലായിടത്തും എത്തിയില്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളും ദൂരെ നിന്ന് വന്ന സുഹൃത്തുക്കളൊക്കെ നമ്മളെ ആലോചിച്ചിട്ടല്ലേ വരുന്നേ. അപ്പൊ ഇവിടെ എന്റെ ചേട്ടനുണ്ടെങ്കിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അദ്ദേഹം ഇല്ല, എന്റെ അച്ഛനില്ല. അപ്പം എൻ്റെ അമ്മ പാവം, അതിന് പറ്റുന്നതിനൊക്കെ പരിധികളുണ്ട്. എൻ്റെ സഹോദരി അതും പാവം, അതിനും പറ്റുന്ന പരിധികൾ. അപ്പൊ ബാക്കിയുള്ള എല്ലാവർക്കും ഈ വരുന്നവരെല്ലാവരും ചിലപ്പോൾ നാളെ നമ്മളെ ക്ഷണിച്ചിട്ട് വരുന്നവരാണ്. അപ്പൊ തീർച്ചയായും മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ? അപ്പൊ അത് ഭയങ്കര വിഷമായി പോവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അതുകൊണ്ടാണ് കുറച്ചൊരു ഇത് ഇട്ടത്. പിന്നെ വേറെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും ഫാമിലീസ്, ഫ്രണ്ട്സ്. ഇവളാണ് നിർബന്ധം പറഞ്ഞത്, ഈ ഒരു കല്യാണം എൻ്റെ കല്യാണം, എൻ്റെ കല്യാണത്തിനെങ്കിലും മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്ത് മര്യാദയ്ക്ക് മേക്കപ്പ് ചെയ്ത് ഞാൻ പറയണ പോലെ നിൽക്കണം. അതിനകത്ത് ദയവ് ചെയ്ത് അതിനകത്ത് വേറെ ഒരു എക്സ്ക്യൂസും പറഞ്ഞ് ഉപദ്രവിക്കരുത്. മറ്റുള്ളവരെന്തെങ്കിലും പറയൂ, എന്നിട്ട് ഞാൻ അവിടെ പറയാം അമ്മ പറയുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും, അവരെ മൈൻഡ് ചെയ്യാനേ പോകണ്ട. പോസിറ്റീവ് കമന്റ്സ് അതിലുള്ളത് കുറെ ആൾക്കാരൊക്കെ മനസ്സിലാവും. അമ്മ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം. അയ്യോ പാവം വികാസ് എൻ്റെ ഓൺ ബ്രദറിനെ പോലെ. എൻ്റെ ദൈവമേ, ഈ കല്യാണം ആലോചിച്ച് തുടങ്ങിയ നിമിഷം മുതൽ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ എൻ്റെ കൂടെ പിറന്ന സഹോദരനെ പോലെ വികാസ് എല്ലാ കാര്യത്തിലും ടോപ്പ് ടു ബോട്ടം കാര്യത്തിൽ വികാസ് നമ്മളോട്. വികാസാണ് എന്നെ ഒരുക്കണം എന്നുള്ളത് വികാസിന്റെ കൂടെ നിർബന്ധമായിരുന്നു. ചേച്ചി വരണം, ഞാൻ തന്നെ ചേച്ചിക്ക് മേക്കപ്പ് ചെയ്യും, ഞാൻ തന്നെ കാര്യങ്ങൾ ചെയ്യും, ചേച്ചി വന്നേ പറ്റുള്ളൂ. ഭൂമികയെന്നാന്ന് തോന്നുന്നു ജുവൽസ് വരാം എല്ലാം. അതില് ആ ജുവൽസിലെടുത്ത് പറയുകയാണെങ്കിൽ അത് സ്പെഷ്യൽ ആയിട്ട് ഒരു മാല ഉണ്ടായിരുന്നു, ഒരു ലോങ് ചെയിൻ. അത് ഭൂമികയുടെ ആണ്. ഭൂമിക അല്ല, അയ്യോ അത് നമ്മൾ പറഞ്ഞെടുപ്പിച്ചത്. എന്തൊരു ഭംഗിയായിരുന്നു. അതെ, രാധയും വന്നൊരു ലോക്കറ്റില് നല്ല AGD ഗോൾഡ് കായംകുളം, അവരാണ് മോളുടെ ഗോൾഡിന്റെ എല്ലാത്തിന്റെയും ക്രെഡിറ്റ്. അത് പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ്. അതിനുള്ളിലിരിക്കുന്നത് ഒറിജിനൽ മയിൽപീലിയാണ്, രാധയും കൃഷ്ണനുമാണ്. അപ്പൊ എല്ലാവരും ഒരുപാട് പേര് അതിന് ശേഷം വിളിച്ച് ചോദിച്ചു. നമുക്ക് മയിൽപീലി കാണാൻ പറ്റിയില്ലായിരുന്നു, പക്ഷെ അതിനകത്ത് സ്പെഷ്യാലിറ്റി ഉണ്ടെന്നുള്ളത് ദൂരെന്ന് പോലും അത് അവരവിടെ വളരെ സ്പെഷ്യലായിട്ട് അവരുടെ തന്നെ ഓൺ സാധനമാണ് പറഞ്ഞു ചെയ്യിപ്പിച്ചാണ്. പക്ഷെ അതിനുശേഷം ഒരുപാട് പേര് എന്നോട് ഐഡിയ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് കൃഷ്ണന്റെ രാധയുടെയും ഭയങ്കര അമ്മ ശിവന്റെയും മോള് കൃഷ്ണന്റെ ആളാണ്. ഇഷ്ടമുള്ളതുപോലെ വിശ്വാസങ്ങൾ എങ്ങനെ വേണം. അപ്പൊ അതുകൊണ്ട് അവൾക്കത് വേണമെന്ന് പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞു ചെയ്യും. അവര് സൂപ്പറായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഗംഭീരമായിട്ട് AGD. അത് മാത്രമല്ല അവളുടെ എല്ലാ ഓർണമെന്റ്സിലും അവര് പെർഫെക്റ്റ് ആയിട്ട്, അത് നമ്മളൊരു ആഗ്രഹം പറഞ്ഞാൽ അതുപോലെ തരുന്ന ജ്വല്ലറി ഉണ്ടാവണം. എല്ലാം നമുക്ക് സംതൃപ്തി. പക്ഷെ അവളുടെ റിങ്സ് ഉൾപ്പെടെ എല്ലാം അവൾ ഇഷ്ടപ്പെട്ട് തന്നെ ഇട്ടത്. അവരങ്ങനെ മേക്ക് ചെയ്ത് കൊടുത്തു. ഫുൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എല്ലാം. അതായത് ഫ്ലവർ പറഞ്ഞില്ലേ, ഫസ്റ്റ് വെച്ചൊരു പൂ എനിക്ക് തോന്നുന്നു കനകാംബരാണ്. അയ്യോ അതൊക്കെ വികാസ് ട്രിവാൻഡ്രത്തുള്ളൊരു കുട്ടിയാട്ടോ. ആ കുട്ടീനെ ഫ്ലവേഴ്സ് ആ കുട്ടീനെ വിളിച്ച് വരുത്തി ചെയ്യിപ്പിച്ച അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഒറ്റൊരു വീഡിയോ ഞാൻ കാണട്ടെ, ഇത് കാണാൻ തോന്നുന്നു അത് പറഞ്ഞപ്പോ. കൂട്ടാനല്ലേ ഒരുപാട് കമന്റ്സ് വരികയും ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുകയും ചെയ്തത്. ഞാൻ എല്ലാവർക്കും AGD ഗോൾഡിന്റെ ഇത് കൊടുത്തു. കാരണം അവരുടെ സർവീസ് ഭയങ്കര സർവീസാണ്, നല്ല സർവീസാണ്, നല്ല ആൾക്കാരാ. അവര് നമ്മുടെ ആഗ്രഹം എന്ത് പറഞ്ഞാലും നമ്മുടെ ബഡ്ജറ്റിനകത്ത് ഒതുക്കി അവർ ചെയ്തത്. അവര് നമ്മുടെ കൂടെ നിന്ന് നല്ലൊരു പരസ്യം എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അത് നമ്മൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ. തീർച്ചയായും അതാണല്ലോ വേണ്ടത്. സ്വന്തം ഫാമിലിയിൽ ഒരു വെഡിങ് നടക്കുന്ന ഇതിലെല്ലാവരും കേട്ടോ, ഈ വെഡിങ്ങില് വന്നിരിക്കുന്ന എല്ലാവരും, അതായത് AGD ഗോൾഡ്, ആർ ഇവന്റ്സ്, അതുപോലെ പഴയിടം, എല്ലാവരും സദ്യം അടിപൊളിയായിരുന്നു. ഈ ഇവന്റ്സ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഒരു ബിസിനസ്സുകാരെ കൂടി കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അല്ലേ, ഇപ്പൊ എങ്ങനെ പോകുന്നു ബിസിനസ്? കുഴപ്പമില്ല, നന്നായി പോകുന്നു. ഇപ്പൊ കല്യാണത്തിന്റെ സീസൺസ് ഒക്കെ അല്ലേ, അപ്പൊ നന്നായിട്ട് കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട്. പേര്
മുൻപ് ഫാസിയാമോ എന്നായിരുന്നു, ആ പേര് നമ്മളൊന്ന് മാറ്റി ലെജൻഡറി എന്നാക്കി. പിന്നെ നമുക്ക് പിന്നെ തൃശ്ശൂരുള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായിട്ട് കൊളാബ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് സ്വപ്നം ഇവന്റ്സ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവന്റ്സ് നന്നായി പോകുന്നു, കുഴപ്പമൊന്നുമില്ല. അതെ, ഇതിപ്പോ ഈ സീസൺ ആയതുകൊണ്ട് സീസൺ കുറച്ച് കുറയും. സ്വാഭാവികം, എല്ലാത്തിനും സീസൺ ഡിപ്പെൻഡ് ആയിട്ടാണല്ലോ കാര്യങ്ങൾ പോകുന്നത്, അതൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ വളരെയധികം ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടൊരു സംഭവമായിരുന്നു, എന്താ നമ്മുടെ ടാറ്റു. പറഞ്ഞു ബോറടിച്ച് ഈ ഇന്റർവ്യൂ കാണുമ്പോ നിങ്ങളെ ആളുകൾ താഴെ പണിയില്ലെന്ന് ചോദിക്കും. അല്ല അതൊക്കെ ഓക്കെ ഉണ്ടാവും, പക്ഷെ ഇത് കറക്റ്റ് നോക്കട്ടെ, കണ്ടോ ഇതിൽ ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു ടാറ്റു ഞാൻ ആദ്യം കാണുന്നത് മഞ്ജു ചേച്ചിയുടെ മോളുടെ കയ്യിലാണ്. ഞാൻ കണ്ടു ആ ഒരു പ്രമോഷൻ. അപ്പൊ ചേച്ചിയുടെ മോളുടെ കയ്യിൽ അത് കണ്ടപ്പോ എനിക്ക് കുഞ്ഞിനോട് ദൈവമേ നല്ല മോളല്ലേ, എനിക്ക് എന്റെ അമ്മ ചേച്ചിയുടെ കയ്യിലുണ്ട്. പിന്നെ അത് എനിക്ക് പക്ഷെ അത് ധൈര്യമില്ല കേട്ടോ. ഞാനൊരു ടാറ്റു ഇവിടെ അടിച്ചിട്ടുണ്ട്, അത് 3-4 വർഷം ആഗ്രഹിച്ച് എനിക്ക് സൂചി ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയുള്ള ആളാണ്, മഹാദേവനാണ്. അപ്പൊ അത് ഞാൻ 3-4 വർഷം കഷ്ടപ്പെട്ട് വേണോ വേണ്ടയോ എന്ന് 1008 പ്രാവശ്യം ആലോചിച്ചിട്ട് ഇവിടെ അടുത്ത ഇഞ്ചക്കിൽ തന്നെ ബെല്ല ഗ്ലാമോറോ എന്ന് പറഞ്ഞിട്ടൊരു ബ്യൂട്ടി പാർലറുണ്ട്, സൂരജും ഗോപിക എൻ്റെ സുഹൃത്തുക്കളാണ്. അവിടെ അജു എന്ന് പറഞ്ഞൊരു പയ്യൻ, അവൻ എനിക്ക് കോൺഫിഡൻസ് വന്നു, ചേച്ചി നത്തിങ് ടു പറയും, ചേച്ചി ധൈര്യം ഇട്ടോ ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കോൺഫിഡൻസ് തന്ന് പോയി ചെയ്തതാണ്. അതിന് ശേഷം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആലോചിക്കുമ്പോൾ പേടിയാവും. അതെ, ഇത് എപ്പോഴും ചെയ്തതാ? ഇത് സർപ്രൈസ് ആയിരുന്നു. ഇത് ലാസ്റ്റ് അതിന്റെ ആള് തോന്നിരിക്കുന്നു കൂട്ടാണ്. ഐഡിയ ഇത് ലാസ്റ്റ് ഇയർ സർപ്രൈസ്. പക്ഷെ വിളിച്ചോണ്ട് പോകുന്നത് അമ്മ നമുക്ക് സ്ഥലം വരെ പോയിട്ട് വരാന്ന് പറഞ്ഞു. ഇവളെ ഞാൻ രാവിലെ കൊണ്ട് ടാറ്റു അടിക്കാൻ കൊണ്ട് വിട്ടായിരുന്നു. സംഭവം ആക്ച്വലി വീഡിയോ ക്യാപ്ചർ ചെയ്തില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, എന്താ പേര്? ഗൗരി ഡെന്നി ഒഫീഷ്യൽ. ഗൗരി അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് ബ്ലോഗും ഉണ്ട്, ഞാൻ റീലും പോസ്റ്റ് ചെയ്തു. അടിപൊളി. അപ്പൊ പെട്ടെന്ന് ബ്രദർ അനിയൻ ടാറ്റു ചെയ്തിട്ടുണ്ട്. പപ്പ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു. അപ്പൊ പപ്പ എഴുതിയ ഏതോ ഒരു പോർഷൻ, ചെറിയൊരു വേർഡിങ് അവൻ ഇഷ്ടപ്പെട്ടിട്ട് അവൻ അതെടുത്ത് അവൻ ടാറ്റു ചെയ്തിട്ടുണ്ട്. അപ്പൊ അവൻ ടാറ്റു ചെയ്ത് വീട്ടിൽ വന്നപ്പോ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയാണ് അമ്മയ്ക്ക് വിഷമം വരുന്നത്. വലിയ അമ്മ വലിയ മൈൻഡ് കൊടുക്കാറില്ല. അപ്പൊ അമ്മ ചുമ്മാ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, ഹാപ്പി ആയി. പക്ഷെ അമ്മ അത് കണ്ടിട്ട് പറഞ്ഞു, ഓ എത്രയും നോക്കിയിട്ട് എന്നെ ഒന്നും ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ. അപ്പൊ ഈ സാധനം എന്റെ മൈൻഡില് ഉണ്ട്, ഓൾറെഡി ഞാൻ ഇത് ചെയ്യണം. എനിക്ക് പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ബാക്കി കാര്യങ്ങൾ നടക്കുമ്പോൾ അവനവന്റെ പപ്പയെ ഓർമ്മിക്കുമ്പോൾ അവനവന്റെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഒന്ന് സൂക്ഷിക്കുമ്പോൾ അത് ഞാൻ എന്നെ ചെയ്യുന്നതിനേക്കാളും ഞാൻ ഹാപ്പി ആവുന്നത് അവിടെയാണ്. ഞാനൊരു പക്ഷെ ഞാനത് സ്പോട്ടിൽ വെച്ചിട്ട് ഞാൻ ചുമ്മാ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഫോട്ടോസൊക്കെ അമ്മയുടെ ഇൻസ്റ്റാഗ്രാം ഈ ഫോട്ടോസ് സോങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പരസ്പരം കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ റാൻഡംലി ചുമ്മാ ചോദിച്ചു. പക്ഷെ ചോദിച്ചൊരു 5-6 മാസത്തിന് ശേഷം ഞാൻ ടാറ്റു ചെയ്യുന്നത്. കാരണം അമ്മയ്ക്ക് അത് മൈൻഡിൽ കിടക്കരുതല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. പ്രത്യേകിച്ച് എന്നെ പോലെ ഈ പറഞ്ഞ ആർക്കും വേണ്ടാത്ത ആളിനെയൊക്കെ ജീവിതത്തിൽ എടുത്ത് കയ്യിലൊക്കെ എടുത്ത് നമ്മള് ടാറ്റു ചെയ്യുമ്പോ അത് പെർമനന്റ് ആണല്ലോ, മരിക്കും വരെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷെ എന്റെ ലൈഫിൽ എന്റെ അമ്മയാണ്, ഇപ്പൊ എന്റെ ഹസ്ബൻഡും. അല്ല ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഇപ്പൊ പണ്ട് കല്യാണത്തിന് മുമ്പല്ല എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു, എന്നെ കളഞ്ഞിട്ട് പോകത്തില്ല. അല്ല ഇപ്പൊ രണ്ടുപേരും എന്റെ ലൈഫിൽ എന്റെ ഇനിയൊരു കുഞ്ഞു വരുമ്പോ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോ ഇതൊന്നും ഗൗരി പറയില്ല. ഗൗരി പറയും എന്റെ കുഞ്ഞുങ്ങളാണ് എന്റെ എല്ലാം. അപ്പൊ ഡെന്നിസ് അപ്പൊ ഞാനോ അപ്പൊ അങ്ങനെ ടാറ്റു ചെയ്തു. ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തു. പക്ഷെ ഞാൻ ആ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അമ്മയുടെ ഒരു ക്യാരക്ടർ വെച്ച് അമ്മ പെട്ടെന്ന് അമ്മ ഏത് സിറ്റുവേഷനിലാണ് ഇരിക്കണമെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അമ്മ ഇഷ്ടത്തിലായിരിക്കും, ചിലപ്പോൾ നല്ല മൂഡിലായിരിക്കും, ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മ വന്നിട്ട് നീ ഇതിനൊക്കെ ചെയ്തതൊക്കെ ചോദിച്ചാൽ തീർന്നില്ലേ, നമ്മൾ 4 ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചേക്കാം ടാറ്റു സ്റ്റുഡിയോയില്. പക്ഷെ എന്തോ എന്റെ ഭാഗ്യത്തിന് അപ്പം ടാറ്റു എന്റെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് എല്ലാവരും പറയുന്നുണ്ട് അമ്മ വന്നിട്ട് ഇനിയിപ്പം കുളമാവോ അവസാനം ശശിയാവോ എന്നൊക്കെ. ഞാൻ പറയില്ല, ഡെഫിനറ്റ്ലി ഇത് ട്രോള് വരത്തില്ല, കൺഫേം.
പക്ഷെ അമ്മ വന്നപ്പോഴും അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. 4-5 ക്യാമറ. അമ്മ വെച്ചു ഇന്റർവ്യൂവിന് വല്ല സർപ്രൈസ് ആയിട്ട് വല്ല വിളിച്ചു, സർപ്രൈസ് എന്തെങ്കിലും. അല്ലെങ്കിൽ ഞങ്ങൾ ഷോപ്പ് വല്ലോ സ്റ്റാർട്ട് ചെയ്തല്ലോ ആദ്യം എനിക്ക് തോന്നിയത് ഇവര് അപ്രതീക്ഷിതമായിട്ട് ഇവർ ഈ സർപ്രൈസിന്റെ ആളുകളാ രണ്ടുപേരും. ഇവരെന്തൊക്കെ ചെയ്യുന്നുള്ളത് പലപ്പോഴും ഞാൻ വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് എന്തെങ്കിലും തുടങ്ങി. അപ്പം നമ്മൾ വളരെ ഒതുക്കത്തിൽ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ എന്റെ മനസ്സിനകത്ത് ഇതൊന്നും എന്റെ വിദൂരതയിൽ പോലും ഇല്ല. അതും ഗൗരി വേദന സഹിക്കില്ല. ഒരു ചെറിയ മുറിവൊന്നും പറഞ്ഞിരിക്കുന്ന ആളാണ്. അപ്പൊ അത് എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വേദന ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ സഹിച്ചു. ടാറ്റു അടിച്ചതിന് ശേഷം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ടാറ്റു അടിക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ അടിച്ചു കഴിഞ്ഞ ശേഷം ഇപ്പൊ ഇവിടെ ഇങ്ങനെ ടാറ്റു എനിക്ക് ഇഷ്ടം. ആ ഡെന്നിസിന്റെ പൈസ കൂടെ ആയിക്കോട്ടെ അല്ലേ? ഞാൻ ടാറ്റു അടിക്കുമ്പോഴൊക്കെ ആരോടും പറയത്തില്ല. ഞാൻ അടിച്ചു കഴിഞ്ഞ വീട്ടിൽ കൊണ്ട് കാണിക്കോ? വീട്ടിൽ അമ്മ വഴക്കുറയും, ഇന്നലെ ഈ ദേഹത്തൊക്കെ കാണിച്ചു വെച്ചേക്കണത്. ഞാൻ ഇവിടെ ഫുൾ അടിക്കാന്ന് പറഞ്ഞ അമ്മയെ സമ്മതിക്കുന്നത്. ഇപ്പൊ 2 അമ്മമാരെയും നമ്മള് നോക്കി കൺവിൻസ് ആക്കി പോണം. അതെ, ഏതൊരു പാടാണ്. എന്നിട്ട് അങ്ങനെ ഞാൻ ടാറ്റു കഴിഞ്ഞു. ഇപ്പം അമ്മ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പറഞ്ഞു വിട്ടു. ബട്ട് ഇനി കറക്റ്റ് ആയിട്ട് അത് കൊണ്ടുവന്നു. അപ്പം ടാറ്റു സ്റ്റുഡിയോ അമ്മ കണ്ടോ? ഫ്രണ്ടില്ല, എൻട്രൻസ് കണ്ടില്ലല്ലേ? ഇല്ല, ഞാൻ സന്ധ്യയായപ്പം മോൻ പറഞ്ഞു അമ്മ സ്റ്റെപ്പിലൂടെ മുകളിലോട്ടാണ്. അപ്പൊ ഞാൻ മേളിൽ നോക്കിയപ്പോ എനിക്ക് അതിന്റെ ബോഡി ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കാണില്ല. ആ സ്റ്റെപ്പിന്റെ അവിടെ കേറി അങ്ങ് അകത്തോട്ട് ചെല്ലാൻ നേരത്തെ എന്റെ ഫ്രണ്ടിൽ ഒരു ടാറ്റു ഉണ്ട് മനസ്സിലായി. അപ്പൊ ഇതെന്തിനാ ഇങ്ങനെ ഒരു ചിന്തയൊന്നും എന്റെ മനസ്സിലില്ല. ഗൗരി വേദന സഹിക്കാത്ത ഒരാളാണ്, ചെയ്യില്ല. മാത്രമല്ല എന്റെ ധാരണ എന്തോ ഒരു കുഞ്ഞി ബിസിനസ് എന്തെങ്കിലും കൊച്ചു കാര്യങ്ങൾ. അപ്പൊ നമ്മളെ അമ്മമാര് രണ്ടുപേരും അങ്ങനെ. അപ്പൊ ഞാൻ ചേച്ചിയെ നോക്കുന്നുണ്ട്, ഇവരുടെ സർപ്രൈസ് ആണെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ചെന്ന് കയറിയപ്പോ എനിക്ക് ഇതാണെന്നറിഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി. ആനന്ദം കണ്ടിരല്ലേ? ഞാൻ ജീവിതത്തില് എവിടെയും എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരാളാണ്. എന്റെ ലൈഫിൽ എങ്ങും രേഖപ്പെടാത്ത ഒരാളാണ്. അഭിനേത്രി എന്ന നിലയിൽ കുറച്ച് നല്ല കഥാപാത്രങ്ങൾ ഈശ്വര അനുഗ്രഹിച്ച് മിനി സ്ക്രീനിൽ ചെയ്യാൻ പറ്റി. ബിഗ് സ്ക്രീനിൽ ഇന്നും വളരെ കുറച്ച് കഥാപാത്രങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്കൊരു ജീവിതത്തിൽ ഒരു ആഗ്രഹം സാധിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ കഥാപാത്രങ്ങളൊന്നും സ്വപ്നം കണ്ടിട്ടേ ഉള്ളൂ, ഇതുവരെ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. ഒന്നും വന്നിട്ടില്ല. മരിക്കുന്നതിന് മുമ്പ് നടക്കും എന്ന് വിചാരിക്കുന്നു. ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ലൈഫിൽ ബി ഉണ്ണികൃഷ്ണൻ സാർ എനിക്ക് കോടതി സംശയം ബാലമക്കയിൽ, അത് നന്ദു ചേട്ടനായിരുന്നു കൺട്രോളർ. അപ്പോൾ അങ്ങനെ എനിക്ക് നല്ലൊരു വേഷം കിട്ടി. അതുപോലെ അന്വേഷണത്തിന് തുടക്കം നിഷാദിക്ക. അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് ബാക്കിയുള്ളതൊക്കെ വന്നു പോയ ഒരാൾ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും ആലോചിക്കും, ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ എവിടെയെങ്കിലും ഒന്ന് രേഖപ്പെടുത്താൻ സാധിക്കുമോ, നന്നായിട്ട് രേഖപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ എല്ലായിടത്തും തോറ്റ് ജീവിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവളിത് ടാറ്റു അടിച്ചത് കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നതിൻ്റെ പ്രധാന റീസൺ, ജീവിതത്തിൽ ഒരാളെങ്കിലും എന്നെ അതെനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കര ബെസ്റ്റ്. ഞങ്ങൾ ആക്ച്വലി എപ്പോഴും ഫുൾ ടൈം നിങ്ങൾ വഴക്കാം. നേരിട്ട് ഈ കുരുത്തക്കേടൊന്നും എനിക്ക് അമ്മയും മോളും അല്ലേ, സ്വാഭാവികം അതൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മളെപ്പോഴും കിരിയമ്മോണ് ചുമ്മാ ഇങ്ങനെ വഴക്കും. അപ്പൊ അതിന്റെ ഇവളെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. മോൻ കുറച്ച് റിസർവ്ഡ് ടൈപ്പാണ്. അവന് സ്നേഹമില്ലെന്നല്ല, അവനങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരാളല്ല. പപ്പയും അങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയില്ല. ഇവള് പക്ഷെ ദേഷ്യവും സങ്കടവും സ്നേഹമൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പം ഒബ്വിയസ്ലി ഇവള് മിസ് ചെയ്യുമല്ലോ അല്ലേ.